ഇന്ന് നമ്മൾ ഗോതമ്പടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അല്ലെങ്കിൽ ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ചാൽ മതി. അപ്പോൾ അടിയുള്ള കട്ടിയുള്ള പാത്രം വെക്കണം, എങ്കിലാണ് ശർക്കര അതിൽ ഉരുകി വരുള്ളൂ. അപ്പോൾ നല്ല പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടലും കുറയ്ക്കലൊക്കെ ചെയ്യാം, ഷുഗറിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ശർക്കര പഞ്ചസാരയും വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 അച്ചാണ് ഇതിലിട്ടിട്ടുള്ളത് ശർക്കര. ഇതിൽ നന്നായി ചൂടായി വരുമ്പോൾ അത് അലിഞ്ഞ് വരും ശർക്കര. അതാണ് ഇതിൻ്റെ പാകം. അങ്ങനെ വരുമ്പോൾ തേങ്ങ അതിലിടാം. അതിന് മുന്നേ നമുക്ക് നല്ല ജീരകം വേണമെങ്കിൽ നല്ല ജീരകം ഇതിൽ ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ആയാലും ചേർത്താൽ മതി. അങ്ങനെ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇത് പാകമായി വരുമ്പോൾ തേങ്ങ അതിലിടുക. എന്നിട്ട് നമ്മൾ അതിൽ ചേർക്കുകയാണ്. അങ്ങനെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ എല്ലാം ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. അതിൽ നന്നായി യോജിപ്പിച്ച് കിട്ടണം. അതെല്ലാം യോജിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നല്ല ജീരകമാണ് ഞങ്ങളിതിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അപ്പുറത്ത് നമ്മൾ ചപ്പാത്തി കുഴക്കണ പോലെയാണ് ഗോതമ്പ് മാവ് കുഴക്കണത്. അതിന് കുറച്ചും കൂടിയും കുറച്ച് വെള്ളം ഇതിൽ കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടിയും വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടെന്ന് മാത്രം. അത് നമുക്ക് കൈയളവാണ്. നമുക്ക് പാകത്തിന് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അറിയുള്ളൂ വെള്ളം കൂടുതൽ വേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ എത്രയാണ് പൊടി എടുക്കണം അതിനനുസരിച്ച് വെള്ളം എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് പാകമാക്കിയിട്ടാണ് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട ഇല വാഴയില കീറിയിട്ട് വയ്ക്കുകയാണ്. ഞങ്ങളൊരു 6 അടയാണ് ഇതിലുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇല ചീന്തിയെടുക്കുകയാണ്. ഇല ചീന്തിയിട്ട് നമ്മളത് കഴുകിയിട്ട് നമ്മൾ വയ്ക്കണം. ആ വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് അത് നമ്മൾ ചപ്പാത്തി കോലിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പരത്തണത്. അതൊരു കയ്യെ മറ്റൊരു കയ്യെ ഇലമ വെച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ചപ്പാത്തി കോല് കൊണ്ട് പരത്തണത്. അപ്പോൾ തന്നെ അത് റെഡി ആയി വരുന്നുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കനം കുറഞ്ഞ ചപ്പാത്തി പോലെ അട കിട്ടും. എന്നിട്ട് നമ്മളതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. എത്രയ്ക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള ഫില്ലിങ്ങാണ് ഇതിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഫില്ലിങ് നമുക്ക് റെഡി ആയിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാത്രം വെച്ചിട്ട്, ഞങ്ങൾ ഇഡ്ഡലി പാത്രമാണ് വെച്ചിട്ടുള്ളത്, അത് നന്നായി ചൂടാവാൻ വെച്ചേക്കാണ്. അതിൽ പാകത്തിന് ആ വരേക്കാളും താഴെ വെള്ളം മതി. അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നന്നായി ചൂടാവുമ്പോഴാണ് ഇനി നമ്മൾ ഇതിൽ പാകമാക്കിയിട്ടുള്ള അത് വയ്ക്കുള്ളൂ. ഇപ്പോൾ വയ്ക്കുന്നില്ല, ചൂടാവുമ്പോഴാണ് നമ്മൾ ഇലയിൽ വെച്ചിട്ടുള്ള ഇത് ചെയ്യുന്നത്, അതിൽ വയ്ക്കുന്നത്, ഗോതമ്പിൻ്റെ അട വയ്ക്കുന്നത്. അപ്പോൾ ഇലയിലുള്ള ഗോതമ്പിൻ്റെ അട അപ്പോൾ അതിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ചൂടാവുമ്പോഴാണ് അത് വെക്കേണ്ടോ, അതിന് മുന്നേ വെക്കേണ്ട. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ് നേരം നമ്മൾ ചൂടാക്കണം. എന്നിട്ട് അത് മൂടി വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായെന്ന് നമുക്ക് കാണാം. 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇതാവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടറിയാം, ഇലയിൽ നിന്ന് വേറിട്ടിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം. അപ്പോൾ അങ്ങനെ ഇലയിൽ നിന്ന് വേറിട്ട് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ അത് പാകമായി എന്നർത്ഥം. അങ്ങനെ നമ്മൾ അത് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ.